റഷ്യൻ എണ്ണക്കപ്പലുകളെ ആക്രമിച്ചിരിക്കുകയാണ്. യുക്രൈൻ തുർക്കിയുടെ ബോസ്ഫറസ് കടലിടുക്കിന് സമീപത്ത് വെച്ചാണ് കപ്പലുകളെ ആക്രമിച്ചത്. കെയ്റോസ്, വിരാട് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നഗരത്തിന്റെ വൈദ്യുതി സംവിധാനവും ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എപ്പോഴായിരുന്നു ആക്രമണം? വിവരങ്ങൾ. അശ്വതി, ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില കൂടിയാലോചനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ അതൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് യുക്രൈന് മേലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യുക്രൈൻ ഇത്തരത്തിലുള്ള കപ്പലുകളെ ആക്രമിച്ചത് അത് ഒരു തരത്തിലും റഷ്യയെ സംബന്ധിച്ച് അതിനൊരു തിരിച്ചടി നൽകാതെ പിന്നോട്ട് പോകില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വീണ്ടും അവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 28-ന് സമാധാന പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അത് തത്വത്തിൽ യുക്രൈൻ അംഗീകരിച്ചതുമാണ്. അതിന് പിന്നാലെ ഇങ്ങനൊരു ആക്രമണം നടത്തിയതും അത് ഈ ഒരു ചർച്ചകൾക്ക് വഴിമുട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിനൊരു പ്രത്യാക്രമണം എന്ന രീതിയിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇത്തരത്തിൽ റഷ്യ കീഴടക്കി കഴിഞ്ഞിരുന്നു. അവിടെ റഷ്യൻ സൈന്യം എത്തിയതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വൈദ്യുതി ബന്ധം ഒരു ഭാഗികമായി നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 2 കപ്പലിന് നേരെയാണ് യുക്രൈന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് സമാനമായ ആക്രമണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കപ്പലുകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഡ്രോൺ ആക്രമണം ഒക്കെ ആയിരുന്നു ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ആക്രമണം അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ച് ഈ 28-ന് പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണുള്ളത് എന്നുള്ള ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇത് കീഴടങ്ങലിന് സമാനമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് എങ്കിൽ പോലും തന്നെ തത്വത്തിൽ ഞങ്ങൾ ഇതിനോട് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും റഷ്യ സസ്പെൻസ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു അനുകൂല നിലപാടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ ഇതുവരെയും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അവരുടെ അവസാന വാക്ക് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ ഇനിയും ചില സംവാദത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ റഷ്യയുടെ പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതിലൊക്കെ ചില വ്യക്തമായ രീതിയിലുള്ള ചില നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഈ 28-ന് സമാധാന ഉടമ്പടിയിൽ അതിൽ ഒപ്പുവെക്കാൻ തങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇനി വീണ്ടും വൈകിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളുടെ വ്യക്തമാവുകയും ചെയ്തത്. യുഎസിലേക്ക് പോകുന്നു, അവിടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായി ഡൊണാൾഡ് ട്രംപിനെ കാണാനായി പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഷ്യ തിരിച്ചടിച്ചു എന്നും അറിയുന്നു. അവിടെ ഊർജ്ജ നിലയങ്ങൾ അടക്കം യുക്രൈനിലെ ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഈ സമാധാനം ഇപ്പോഴും അകലെയാണ്. അതിലേക്ക് കൂടുതൽ എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇപ്പോഴത്തെ ഈ സമാധാന ശ്രമങ്ങൾക്കൊക്കെ ഒരു തടയിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എണ്ണകൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്നത് അത് തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ പോയത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ള അടക്കമുള്ള ഒരു കർശനമായ നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ താരിഫ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതാണ്. പിന്നാലെയാണ് ഇപ്പോൾ എണ്ണ കപ്പലിന് നേരെ ഇങ്ങനെ ഒരു യുക്രൈന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ഒരു തരത്തിലും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു അംഗീകരിക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവുക? പ്രത്യേകിച്ച് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. റഷ്യൻ പ്രതിനിധികളും ഒപ്പം തന്നെ ഇത്തരത്തിൽ യുക്രൈൻ്റെ പ്രതിനിധികളെയും വെവ്വേറെയായി, അതായത് ഒരുമിച്ചിരുത്തിക്കൊണ്ടല്ല, ഒരു വെവ്വേറെയായി ഒരു കൂടിയാലോചനകൾ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി ചില
നിർണായക കൂടിക്കാഴ്ചകൾ കൂടി തയ്യാറെടുക്കുകയായിരുന്നു ട്രംപ് ഭരണകൂടം. അതിനുകൂടി ഇപ്പോൾ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആക്രമണങ്ങൾ നൽകുന്ന സൂചന ഇനി ഒരു തരത്തിലും ഈ സമാധാന ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളിലേക്ക് റഷ്യ കടക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിൽ ഇതുവരെയും ഒരു അനുകൂല പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലായിരുന്നു. അവർ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെന്നുള്ള ആവശ്യം മാത്രമായിരുന്നു, അങ്ങനെ ഒരു പ്രതികരണം മാത്രമായിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു തരത്തിലും ഇനി ഈ ഒരു ചർച്ചകളുടെ ഭാഗമാകാൻ റഷ്യ തയ്യാറായേക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. MG മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്. US വെനസ്വേല സംഘർഷം കനക്കുകയാണ്. വെനസ്വേലയുടെ വ്യോമപാത അടച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിലെ മയക്കുമരുന്ന് മാഫിയയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് വെനസ്വേലയുടെ വ്യോമപാത അടച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചത്. വെനസ്വേലയിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തുകയാണോ അമേരിക്കയുടെ പദ്ധതി എന്നാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. If we can save lives, if we can do things the easy way, that's fine. And if we have to do it the hard way, that's fine too. Mr. President, do you have any reaction? If you carry I'm not going to tell you what the goal is. You should probably know what the goal is, but they've caused a lot of problem, and they've sent millions of people into our country. They were probably the biggest abuser with Tren de Aragua and all the others that they sent in, the drug dealers, the drug lords, the people that they sent in, the jailbird. They opened their jails and prisons and dumped them into the United States, and we're not happy about it.